ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോയാൽ സംസ്ഥാനത്തെ കാലവർഷം കനക്കുകയാണ്. കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ തീവ്രമായി മഴ പെയ്യുകയാണ്. ഇന്ന് 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതുപോലെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നാളെ കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി ജില്ലകൾ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. വിവിധ ജില്ലകളിലെ മഴയുടെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണ്. ഏറ്റവും മഴക്കെടുതികളുടെ വാർത്ത വരുന്നത് ഇടുക്കിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുമാണ്. ആദ്യം ഇടുക്കിയിലേക്ക് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഈ മഴക്കെടുതികളുടെ കൂടുതൽ വാർത്തകൾ ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ടോ? എന്താ ഇപ്പോഴും മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? തീവ്രമായി തന്നെ തുടരുകയാണോ? ഇടവിട്ട് ഇടുക്കി ജില്ലയിൽ പരക്കെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിനനുസരിച്ച് ഇടുക്കി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. കടുത്ത നിയന്ത്രണങ്ങളാണ്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്തുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയാണ്. അത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് മണ്ണെടുത്തു മാറ്റിയിരുന്നു. ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൂട്ടലിൽ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച്. മാത്രമല്ല, റെഡ് അലേർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ പരക്കെ രാത്രി യാത്രാ നിരോധനം നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയാണ് പല ഭാഗങ്ങളിലും പെയ്യുന്നത്. മാത്രമല്ല, ശക്തമായ കാറ്റ്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നു. വാഹനങ്ങളുടെ മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് അപകടമുണ്ടാകുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുമളിയിൽ ഒരു ലോറിയുടെ മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് ഒരു 19 വയസ്സുകാരൻ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. മാത്രമല്ല, ചേലച്ചൂട് കത്തിപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനും ബൈക്കിനും മുകളിലേക്ക് ഒരു മരം ഒടിഞ്ഞു വീണിരുന്നു. ബൈക്ക് യാത്രികന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ ആളുകളോട് അടിയന്തരമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ക്യാമ്പ് ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 10 ക്യാമ്പുകളാണ് ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുന്നത്. അതിൽ 100-ലധികം ആളുകളുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഴയുടെ സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും ജില്ലയിൽ സ്വീകരിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേർന്ന്. ഇനി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. പത്തനംതിട്ട നേവി ജയശങ്കർ, തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി, എറണാകുളത്ത് നിന്ന് ശ്യാംകുമാർ എന്നിവർ തീവ്രമായ മഴയുടെ കൂടുതൽ റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം പത്തനംതിട്ടയിലേക്ക് AV ജയശങ്കർ തത്സമയം ചേരുന്നു. ജയശങ്കർ, പത്തനംതിട്ടയിലും ഈ മഴക്കെടുതികളുടെ വാർത്തകൾ വരുന്നുണ്ടല്ലോ. ഇപ്പോഴും തീവ്രമായ മഴ പത്തനംതിട്ടയിൽ പെയ്യുന്നുണ്ടോ? എന്തായാലും പത്തനംതിട്ട നഗരത്തിൽ നിലവിൽ മഴ വിട്ടുനിൽക്കുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ മഴയായിരുന്നു. വൈകിട്ടോടുകൂടി വലിയ തോതിൽ കാറ്റും മഴയും പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലകളിലും ആഞ്ഞടിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ പത്തനംതിട്ട നഗരത്തിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ മലയോര മേഖലകളിൽ ചെറിയ തോതിലുള്ള ഒറ്റപ്പെട്ട മഴയും കാറ്റും ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ജില്ലയിൽ രാവിലെ മുതൽ പരക്കെ പെയ്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കോന്നിയിലും ചിറ്റാറിലും ഒപ്പം തന്നെ റാന്നിയിലും ഉൾപ്പെടെ വലിയ തോതിൽ മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾക്ക് മുകളിൽ വീഴുകയും അത്തരത്തിൽ വീടുകൾ ഉൾപ്പെടെ തകരുകയും ഒക്കെ ചെയ്ത വലിയ തോതിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഇന്ന് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. നിരവധി വാഹനങ്ങൾക്ക് മുകളിലും മരങ്ങൾ വീണു. ഈ ഇലന്തൂർ ഭാഗത്ത് ഒരു വീടിന് മുകളിൽ നിരവധി മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഇലന്തൂരിൽ തന്നെ ഒരു വീടിൻ്റെ മേൽക്കൂര കനത്ത കാറ്റിൽ പറന്നു പോകുന്ന സാഹചര്യമുണ്ടായി. 1 മാസം പ്രായമുള്ള കുഞ്ഞ് വീട്ടിൽ ഉറങ്ങുന്നൊരു ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ മേൽക്കൂര പറന്നു വീണത്. എന്തായാലും കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അങ്ങനെ പരക്കെ ഇന്ന് മഴ മൂലം വലിയ തോതിലുള്ള കെടുതികളാണ് ജില്ലയിൽ ഉണ്ടായത്. എന്തായാലും ജില്ലാ ഭരണകൂടം 18 വീടുകൾ ഭാഗികമായി തകർന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത്. വിവിധ താലൂക്കുകളിലായാണ് ഈ നാശനഷ്ടം നിലവിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ കോന്നി, തിരുവല്ല താലൂക്കുകളിലായി നിലവിൽ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ഈ അപകട മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങോട്ട് മാറ്റി എന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞത്. ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനുള്ള ആലോചനയുമുണ്ട്. നാളെ എന്തായാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകി. എന്തായാലും അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിക്കൊണ്ട് വലിയ ജാഗ്രതയാണ് ജില്ലയിൽ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. ഒപ്പം തന്നെ മൂഴിയാർ ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ ഈ മൂഴിയാർ ഡാമുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമുണ്ട്. എന്തായാലും ഇവിടുത്തെ അച്ചൻകോവിൽ ആറിലും ഒപ്പം തന്നെ പമ്പ നദിയിലും ഉൾപ്പെടെ ജലനിരപ്പ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യവും വനത്തിനുള്ളിൽ രാത്രി ഉൾപ്പെടെ മഴ പെയ്യാനുള്ള സാഹചര്യവും കണക്കിലെടുത്ത് വലിയ
ജാഗ്രത ഇന്ന് രാത്രിയും നാളെ പകൽ സമയത്തും പുലർത്തണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ വലിയ ജാഗ്രതയുണ്ട്. ജില്ലയിൽ രാത്രികാലങ്ങളിൽ മലയോര മേഖലയിലൂടെയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കോറികളുടെ പ്രവർത്തനം 1-ാം തീയതി വരെ നിർത്തലാക്കിയിട്ടുണ്ട്. വിനോദ ടൂറിസം സഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തന്നെ നിലവിൽ ജില്ലയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇവയ്ക്കുള്ള നിയന്ത്രണവും 1-ാം തീയതി വരെ തുടരും. എന്തായാലും വലിയ ജാഗ്രത പത്തനംതിട്ട ജില്ലയിലുണ്ട്. ഈ മൺസൂണിന്റെ ആരംഭത്തിൽ തന്നെ ജില്ലയിൽ വലിയ കെടുതിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ വ്യാപക നാശനഷ്ടമുണ്ടായി. 16-17 മരം വീണുള്ള അപകടങ്ങൾ മാത്രം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം ജാഗ്രതയോടെ കരുതലോടെ മുന്നോട്ട് പോകുന്നു. ജനങ്ങളും ഈ ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നാണ് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ അറിയിക്കുന്നത്. SKN. ഓക്കെ, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്തെ കുമ്പളം നോർത്തിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. പറവൂർ കടാമംഗലം സ്വദേശി രാധാകൃഷ്ണനെയാണ് കാണാതായത്. കൂടെ ഉണ്ടായിരുന്ന സുരേഷ് നീന്തി രക്ഷപ്പെട്ടു. കാണാതായ ആൾക്ക് വേണ്ടി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അതുപോലെ കാക്കനാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്ന വാർത്തയും വരുന്നത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്യാം, ഈ കാണാതായ ആളിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ? ആരെയാണ് കാണാതായത്? SKN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ് കാണാതായത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കൂടെ ഉണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ ഒഴുക്കും മഴയും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വിഘാതമാണ് സൃഷ്ടിക്കുന്നത്. നിലവിൽ തിരച്ചിൽ നിർത്തിവെക്കാനും പുലർച്ചെ ഒഴുക്ക് കുറയുന്നതനുസരിച്ച് തിരച്ചിൽ നടത്താനും തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടമാണ് SKN ഇന്ന് ഈ ജില്ലയിൽ ഉടനീളം ഉണ്ടായത്. മഴ ഇടയ്ക്ക് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ കാറ്റ്, ആ കാറ്റിൻ്റെ ശക്തിയാണ് നാശനഷ്ടങ്ങളുടെ ആഘാതം കൂട്ടിയത്. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരം കാക്കനാട് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പനങ്ങാട് മറ്റൊരു അപകടത്തിൽ ആല് വലിയൊരു കൂറ്റൻ അരയാൽ ക്ഷേത്രത്തിന് മുന്നിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഫോർട്ട് കൊച്ചിയിലും ചെല്ലാനത്തും ഉൾപ്പെടെ കടൽക്ഷോഭവും ശക്തമായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലേക്ക് കൂടുതൽ കടൽ കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മറ്റു മേഖലകളിലെല്ലാം മഴയേക്കാൾ ശക്തമായ കാറ്റാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. നിരവധി വാഹനങ്ങൾക്ക് മുകളിലാണ് വലിയ മരങ്ങൾ ഒടിഞ്ഞു വീണ് അപകടങ്ങളുണ്ടായത്. 5ലധികം വീടുകൾ ഇന്ന് എറണാകുളം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി പൂർണ്ണമായും ഭാഗികമായും തകരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഴയേക്കാൾ വലിയ കാറ്റിൻ്റെ നാശനഷ്ടങ്ങളാണ് ജില്ലയിൽ ഉടനീളം ഇന്ന് രേഖപ്പെടുത്തിയത്. ഇന്ന് രാത്രിയും ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ഈ വീടുകളും മറ്റ് സ്ഥലങ്ങളിലും അപകടകരമായ സ്ഥലങ്ങളിലുള്ളവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അംഗനവാടികൾക്കും ഉൾപ്പെടെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. SKN. താങ്ക് യു ശ്യാംകുമാർ. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കോട്ടയം, തൃശൂർ, കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ജില്ലകൾക്കാണ് അവധിയുള്ളത്. വയനാട് ജില്ലയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. തൃശൂർ ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ഇന്റർവ്യൂവിനും മാറ്റമില്ല. കോട്ടയം ജില്ലയിൽ അവധിക്കാല കലാ കായിക പരിശീലന കേന്ദ്രങ്ങൾക്കും അവധി ബാധകമായിരിക്കും. മുൻപ് നിശ്ചയിച്ചുള്ള പരീക്ഷകൾക്ക് ഈ അവധിയൊന്നും ബാധകമല്ല. MG സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി MG യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ കൺട്രോളർ അറിയിക്കുന്നു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. പ്രിയപ്പെട്ട കുട്ടികൾക്ക് മനസ്സിലായല്ലോ, ഈ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഞാൻ ഒന്നുകൂടെ പറയാം. 9 ജില്ലകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കോട്ടയം, തൃശൂർ, കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക. ഇനി മറ്റൊരു തിരുവനന്തപുരത്ത് കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കിളിമാനൂർ നഗരൂരിൽ കൂറ്റൻ മരം കടപുഴകി വീണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു. നഗരൂർ ചെക്കാലക്കോണം തുളസിയമ്മയുടെ വീടിന് മുകളിലാണ് മരം വീണത്. കരകുളം കാച്ചാണിയിൽ മരം കടപുഴകി വീണ് കാറും സ്കൂട്ടറും തകർന്നുപോയി. സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. സലീം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴ പെയ്യുന്നുണ്ടോ? തിരുവനന്തപുരം ടൗണിൻ്റെ അവസ്ഥ എന്താണ്? SKN തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ മഴയ്ക്ക് ഒരു അല്പശമനമുണ്ട്. അതേസമയം മലയോര മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിലും അല്പസമയം മുൻപ് വരെ കനത്ത മഴയുണ്ടായിരുന്നു. കൂടുതൽ നാശനഷ്ടങ്ങൾ അത്രയും മലയോര മേഖല കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിട്ടുമുള്ളത്. അതിനിടയിൽ നഗരമേഖലയിലും ചില്ലറ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഗരത്തിൽ തന്നെ ഒരിടത്ത് മരം വീണ് ഏറെ നേരം ഗതാഗതം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപത്തേക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ മരം വീണ് അങ്ങനെ ട്രെയിൻ ഗതാഗതം താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യമുണ്ട്. ഇപ്പോൾ പല ട്രെയിനുകളും പിടിച്ചിട്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ നിരവധിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ അപകടങ്ങൾ, വീടിന് മുകളിലേക്ക് മരം വീണുള്ള അപകടങ്ങളൊക്കെയും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ശക്തമായ കാറ്റ് മലയോര മേഖലയിലൊക്കെ വീശിയടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റശേഖരമംഗലത്ത് വീടിന് മുകളിലേക്കാണ് മരം വീണത്. നെടുമങ്ങാട് അഴീക്കോടിന് സമീപത്ത് വലിയ പരസ്യ ബോർഡ് ശക്തമായ കാറ്റിൽ മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് നെടുമങ്ങാട് വെമ്പായം റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഭാഗികമായി പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴും വലിയ ഗതാഗത കുരുക്ക് മേഖലയിൽ നേരിടുന്നുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും വൈദ്യുത പോസ്റ്റുകൾ തകർന്ന് മലയോര മേഖലയിൽ വൈദ്യുതി തടസ്സം നേരിടുന്നുണ്ട്. പല മേഖലകളിലും വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ഒപ്പം തിരുവനന്തപുരം കരകുളം കാച്ചാണിയിൽ മരം റോഡിലേക്ക് വീണ് 2 സ്കൂട്ടർ തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പ്രദേശത്തും ഗതാഗത തടസ്സമുണ്ട്. ഒപ്പം ഒറ്റശേഖരമംഗലം, നെടുമങ്ങാട്, കഴക്കൂട്ടം, കാച്ചാണി തുടങ്ങിയ മേഖലകളിലാണ് ശക്തമായ മഴ പെയ്തിരിക്കുന്നത്. അതിനിടയിൽ നഗരൂരിൽ ഒരു വീടിന് മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണ വീട് പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ട്. നഗരൂർ ചക്കാലക്കോണം സ്വദേശിനിയായ തുളസിയമ്മയുടെ വീടിന് മുന്നിലേക്കാണ് മരം വീണത്. ഒപ്പം തന്നെ ആ വീടിന് ഏറെക്കുറെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച റെയിൽവേ ട്രാക്കിലെ മരം വീഴ്ചത് കഴക്കൂട്ടം, കടക്കാവൂർ എന്നിവിടങ്ങളിലെ റെയിൽവേ ട്രാക്കിന് സമീപത്താണ് മരം വീണത്. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. മരം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും ശരിയാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. മരം നീക്കം ചെയ്തതിന് ശേഷം വൈദ്യുതിയുടെ സുരക്ഷ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ട്രെയിനുകൾ കടത്തിവിടൂ എന്നുള്ളതാണ് നിലവിലുള്ളത്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ തിരുവനന്തപുരത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സലിമാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടികൾക്ക് ഈ ഞാൻ പറഞ്ഞ ജില്ലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച ജില്ലകളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കുക. ലോഗോയുടെ തൊട്ട് താഴെ നാളത്തെ പരീക്ഷകൾ മാറ്റി എന്ന് കാണിക്കുന്ന ആ സ്ഥലത്ത് വിശദമായി ഏതൊക്കെ ജില്ലകൾക്കാണ് അവധി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ്. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നുണ്ട്. ഇടവേള കഴിഞ്ഞ് ബ്രേക്കാണ്. ഉള്ളൂരിനും കേശവദാസപുരത്തിനും ഇടയ്ക്ക് മരം വീണ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഉള്ളൂർ പാലത്തിന് സമീപമാണ് മരം വീണിരിക്കുന്നത്. ഈ പാലത്തിന് സമീപമുള്ള ഈ തണൽ മരമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ള 1 മണിക്കൂറിലധികം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു. പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ക്യാമ്പ്. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് ടെലിഫോണിൽ. ശ്രീജിത്ത്, വിവരങ്ങൾ പറയൂ. ഈ കുടുംബം ഈ പറയുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടിൽ കഴിയുകയായിരുന്നു. ഈ വീട് ഏതാണ്ട് കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് അവിടുത്തെ റവന്യൂ അധികൃതർ അടക്കം പറയുന്നത്. കടിയമ്പാല വീട്ടിൽ രാമനെയും കുടുംബത്തെയുമാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഈ അപകടകരമായ വീട്ടിൽ താമസിക്കരുത് എന്ന് നിരവധി തവണ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ വീണ്ടും ആ വീട്ടിൽ തന്നെ താമസിക്കുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നത്. കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ഇവിടെ തന്നെ മാറ്റിപ്പാർപ്പിക്കാമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിലെത്തി. അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം അല്പസമയത്തിനകം ചേരും. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, DGP നളിൻ പ്രഭാത്, കരസേനാ മേധാവി, CRPF, SSB, ITBP, IB, NIA ഡയറക്ടർ ജനറൽമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, വിശദാംശങ്ങൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയം മുമ്പാണ് ജമ്മുവിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ യോഗത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, സംസ്ഥാന DGP നളിൻ പ്രഭാത്, ഒപ്പം തന്നെ കരസേനാ മേധാവി, CRPF, SSB, ITBP, ഇന്റലിജൻസ് ബ്യൂറോ തുടങ്ങിയ ഏജൻസികളുടെ ഡയറക്ടർ ജനറൽമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും നിലവിൽ വരാനിരിക്കുന്ന തീർത്ഥാടന കാലത്തുള്ള സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ, ഭീകരവിരുദ്ധ നടപടികൾ എന്നിവ സംബന്ധിച്ചുള്ള അവലോകനവും ഈ യോഗത്തിൽ ഉണ്ടാകും. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയ ശേഷം ആദ്യമായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ
അമിത്ഷാ ജമ്മു കശ്മീർ സന്ദർശിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം ആഭ്യന്തരമന്ത്രി ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും സാഹചര്യം അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം. നാളെ പൂഞ്ച് മേഖലയിൽ ഈ ആഭ്യന്തരമന്ത്രി ഈ പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഗുരുദ്വാര അടക്കമുള്ള ഇടങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ദുരിതബാധിതരെ കാണുകയും അവരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ബൽറാം ഒരു വിവരം കൂടി അറിയിക്കുന്നു. ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയ ഹൈവേ അതോറിറ്റി കടുത്ത നടപടിയുമായി രംഗത്ത് വരുന്നു. ദേശീയ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടറെ NHAI സസ്പെൻഡ് ചെയ്തു. NHAIയുടെ സൈറ്റ് എഞ്ചിനീയറെയും പിരിച്ചുവിട്ടു. കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ ഈ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് പാലം നിർമ്മിക്കണം എന്നുകൂടി ദേശീയ ഹൈവേ അതോറിറ്റി പറയുന്നു. എന്തായാലും വളരെ കർക്കശമായ തീരുമാനങ്ങളോടെ ദേശീയ ഹൈവേ അതോറിറ്റി മുന്നോട്ട് പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് കൊടുത്തു. നിർമ്മാണ കമ്പനിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു പോയെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ദേശീയപാത തകർന്നത് പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിൽ CAG അന്വേഷണം വേണമെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നിർദ്ദേശം നൽകി. ദേശീയപാത ഇടിഞ്ഞതിൽ കമ്പനികൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് കേന്ദ്രത്തിന് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പ്രദേശത്തെ മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിച്ചില്ല. നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടത്തിയില്ല. ഡിസൈനിങ്ങിലും കാര്യമായ തകരാറുണ്ടായെന്നുമാണ് വിമർശനം. വെള്ളം കയറിയതിലൂടെ മണ്ണിലുണ്ടായ സമ്മർദ്ദമാണ് റോഡ് തകരാൻ കാരണമായതെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. കമ്പനി പാലം ഒഴിവാക്കി എംബാങ്ക് ഉപയോഗിച്ചത് ചെലവ് കുറയ്ക്കാനാണെന്നും സമിതി വിലയിരുത്തുന്നു. കൂരിയാട് ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്ററോളം റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നും 400 മീറ്റർ നീളമുള്ള പാലം നിർമ്മിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. കൂരിയാട് അണ്ടർപാസിനെ വയലിന്റെ മധ്യത്തിലുള്ള അണ്ടർപാസുമായി ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കാനാണ് നിർദ്ദേശം. പുറത്തുവന്ന വിവരങ്ങൾ അതീവ ഗൗരവതരമെന്നും ടെൻഡർ വ്യവസ്ഥകൾ അട്ടിമറിക്കപ്പെട്ടുവെന്നും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ KC വേണുഗോപാൽ. ഈ നിർമ്മാണ തകർച്ച ഉണ്ടായിരിക്കുന്ന പ്രദേശങ്ങളിൽ പെർഫോമൻസ് ഓഡിറ്റ് നടത്തി കരാറ് അടക്കമുള്ള കാര്യങ്ങളിൽ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടില്ല. ഗുണമേന്മ പരിശോധിക്കാൻ ഉന്നതതല സാങ്കേതിക സംഘം നിലവിലില്ല എന്നത് ഞെട്ടിക്കുന്നതാണെന്നും ഗതാഗത സെക്രട്ടറി ഡിസൈനിലെ വീഴ്ച സമ്മതിച്ചതായും KC വേണുഗോപാൽ പറഞ്ഞു. സാഹചര്യം നേരിട്ട് വിലയിരുത്താൻ ദേശീയപാത അതോറിറ്റി ചെയർമാൻ ശനിയാഴ്ച കേരളത്തിലെത്തും. 24 ഡൽഹി. ഓക്കെ, പല സ്ഥലങ്ങളിലും കറണ്ട് ഇല്ല എന്ന് പ്രേക്ഷകരെന്നെ അറിയുന്നു. കൈമനത്ത് തന്നെ കറണ്ടില്ലെന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ പല ഭാഗത്തും കറണ്ടില്ലെന്ന് പറയുന്നു. ഞാനൊന്ന് ഇടപെടണമെന്നൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ KSEBക്ക് ഓവർ ബർഡൻ്റാണ്. KSEBക്ക് ഈ മഴക്കാലത്ത് ഇത്രയധികം സ്ഥലത്ത് കറണ്ട് പോയൊരു സാഹചര്യം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 10-15% സ്ഥലത്ത് ഇപ്പോഴും ഇരുട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ അവർ പുനഃസ്ഥാപിക്കും. നിങ്ങൾ അല്പം കൂടി ക്ഷമയോടെ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാർത്തയിലേക്കാണ്. യഥാർത്ഥത്തിൽ ഈ ദേശീയപാത തകർന്ന സംഭവത്തിൽ വളരെ ഗൗരവമായിട്ടാണ് ദേശീയപാത അതോറിറ്റി കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. NHAI പ്രോജക്ട് ഡയറക്ടറെ ഇതിനകം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ദേശീയപാത അതോറിറ്റിയുടെ സൈറ്റ് എഞ്ചിനീയറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ സ്ഥലത്ത് പാലം പണിയണം എന്നുകൂടി ദേശീയപാത അതോറിറ്റി പറയുന്നു. സാധാരണ കിട്ടുകയില്ലാത്ത സംഭവമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ചില കോമ്പൻസേഷൻ പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നല്ലാതെ അതേ സ്ഥലത്ത് മണ്ണിടിഞ്ഞു പോയ സ്ഥലത്ത് പാലം നിർമ്മിക്കണമെന്ന് ഉത്തരവ് സാധാരണ വരാറില്ല. കാരണം അത്ര കൂടുതൽ ഇതിൻ്റെ DPRലും ഒക്കെ പിഴകൊണ്ടെന്നും PSC ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാർ കൊടുത്ത റിപ്പോർട്ടിൽ ഈ ദേശീയപാത അതോറിറ്റിക്കും അതുപോലെ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത ആളുകൾക്കും ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിലും ഒക്കെ തന്നെ അപാകതകളും ഒക്കെ ഉണ്ടെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. മണ്ണ് പരിശോധന കാര്യമായി നടന്നില്ലെന്നും ഈ മഴക്കാലമാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും വിലയിരുത്തിയില്ലെന്നും ഒക്കെയുള്ള പരാതികൾ ഉയരുകയാണ്. നമുക്ക് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ശരിയാണ്. ബൽറാം, സാധാരണഗതിയിൽ NHAI ചെയ്യാത്തൊരു കാര്യമാണ് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് പാലം സ്വന്തം ചെലവിൽ കോൺട്രാക്ടർ നിർമ്മിച്ച് നൽകണമെന്നൊക്കെ തീരുമാനിക്കുക. ഇത്രയും കർക്കശമായ തീരുമാനങ്ങളുമായി ഈ ദേശീയ ഹൈവേ അതോറിറ്റി മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനെതിരെ ഉയർന്ന വിമർശനങ്ങളാണോ?
SKN മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉടൻ തന്നെ ഈ കമ്പനിക്കെതിരായ നടപടികൾ എടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ദേശീയപാത അതോറിറ്റിയിലും നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ സൈറ്റ് എഞ്ചിനീയറെ സർവീസിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനവും ദേശീയപാത അതോറിറ്റി എടുത്തിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ SKN സൂചിപ്പിച്ച പോലെ തന്നെ അപൂർവമായ ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുകയാണ്. ഈ ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ ഈ തകർന്ന സ്ഥലത്ത് പാലം പണിയണം എന്നുള്ള നിർദ്ദേശവും ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുകയാണ്. നേരത്തെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും അതിൽ ഗുരുതരമായ വീഴ്ച ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായുള്ള റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ സ്ഥലത്തെ മണ്ണിന്റെ വയൽ ഉൾപ്പെടുന്ന മേഖലയാണ് അത്. അതുകൊണ്ട് തന്നെ അവിടെ മണ്ണിന്റെ പരിശോധന നടത്തിയില്ല എന്നും അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായില്ല എന്നുമുള്ള ഒരു വിലയിരുത്തലാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ശുപാർശയായി മുന്നോട്ട് വെച്ച കാര്യം എന്നുള്ളത് ആ തകർന്ന ഇടത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം റോഡ് പുനർനിർമ്മിക്കണമെന്നും ഈ പ്രശ്നമുള്ള പ്രദേശത്ത് പാലം നിർമ്മിക്കുക എന്ന ഒറ്റ പരിഹാരം മാത്രമാണ് ഉള്ളത് എന്നുമാണ്. ആ പാലം കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ നിലവിലുള്ള സാഹചര്യം ഈ ദേശീയപാതയുടെ മൊത്തം നിർമ്മാണങ്ങൾ വിലയിരുത്തുന്നതിനായ 3-അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രം. അത് ഈ ഒരു പദ്ധതി മാത്രമല്ല 17 പദ്ധതികൾ സംബന്ധിച്ചുള്ള സമഗ്രമായ വിലയിരുത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. TRRIയുടെ ചീഫ് സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കിഷോർ കുമാറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതിയായിരിക്കും ഇത്തരത്തിൽ ഈ വിവിധ ദേശീയപാത പദ്ധതികൾ പരിശോധിക്കുക. ഒപ്പം തന്നെ B. അമ്പിളി, ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരള യൂണിറ്റിന്റെ ഭാഗമായ വ്യക്തി. ഇതോടൊപ്പം തന്നെ ഡോക്ടർ സുധീഷ് TK, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ എഞ്ചിനീയറിംഗ് IIT പാലക്കാട്. ഈ 3 പേരടങ്ങുന്ന സമിതിയായിരിക്കും ഈ ദേശീയപാത പദ്ധതികൾ സംബന്ധിച്ച് പഠിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഡോക്ടർ GV റാവുവിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സമിതി രൂപീകരിച്ചിരുന്നു. ഈ സമിതിയുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും തുടർന്ന് ഈ 3-അംഗ സമിതിയുടെ റിപ്പോർട്ട് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഓക്കെ, ബലറാം എടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ദേശീയ ഹൈവേ അതോറിറ്റി കർക്കശമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പണി നടത്തിയ കോൺട്രാക്ടർ തന്നെ അവിടെ പാലം കെട്ടി കൊടുക്കണം, മാത്രമല്ല വെള്ളം ഒഴുകാനുള്ള സൗകര്യങ്ങളും കോൺട്രാക്ടറുടെ ചെലവിൽ ചെയ്യണം എന്നുകൂടി NHA പറയുന്നു. ദേവികൃഷ്ണ പറയുന്നു, മുരുക്കുമ്പുഴ സ്റ്റേഷനിൽ ഇന്റർസിറ്റി എക്സ്പ്രസ് കുറച്ച് മണിക്കൂറുകളായി പിടിച്ചിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ് ഈ മുരുക്കുമ്പുഴ. എന്താ ചെയ്യുക? കോഴിക്കോട് തലയാട് കക്കയം റൂട്ടിൽ ഗതാഗതം പ്രതിസന്ധിയിലായി. മണ്ണിടിഞ്ഞതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം 4 ദിവസമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. റോഡിലേക്ക് പതിച്ച കല്ലും മണ്ണും നീക്കം ചെയ്യാൻ തുടങ്ങിയെങ്കിലും ആവശ്യമായ യന്ത്ര സഹായങ്ങളില്ലാത്തതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. മലയോര ഹൈവേയുടെ പണി നടക്കുന്ന തലയാട് മുതൽ 28 മൈൽ വരെ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിൽ തുടരുകയാണ്. 3 ദിവസം മണ്ണ് നീക്കിയെങ്കിലും ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 100-കണക്കിന് കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിലും ഇവർ ഈ റോഡുമായിട്ടുള്ള യാതൊരുവിധ ബന്ധവുമില്ലാത്തതുകൊണ്ട് അങ്ങാടിയിൽ പോകാനോ സാധനം വാങ്ങാനോ പറ്റാത്ത അവസ്ഥയിലാണ്. വിദ്യാർത്ഥികളും കർഷകരും കർഷക തൊഴിലാളികളും മറ്റ് തൊഴിലിന് പോകുന്ന ആൾക്കാരും വളരെ പ്രയാസത്തിലാണ്. 3 ദിവസമായിട്ടും മണ്ണ് നീക്കാൻ കഴിയാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണുകൾ മാറ്റി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഈ പ്രദേശവാസികളുടെ അഭിപ്രായം. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ പ്രൈം ടൈമിൽ ചേരുന്നു. മിഥില, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ശക്തമായ മഴയിൽ തലയാട് കക്കയം മലയോര ഹൈവേ 26-ാം മൈലിൽ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ഈ ഹൈവേയുടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഗതാഗതം
തലയാട് കക്കയം റൂട്ടിൽ ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് വലിയ കല്ലും മണ്ണുമൊക്കെയായിരുന്നു ഈ ഒരു റോഡിൽ ഗതാഗത തടസ്സമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നത്. മരങ്ങളുമുണ്ട്. നിലവിൽ കല്ലും മണ്ണും നീക്കുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആവശ്യമായ യന്ത്രസഹായം ഇല്ലാത്തതിനാൽ തന്നെ ആ പ്രവൃത്തി വേഗത്തിൽ നടക്കുന്നില്ല. 4 ദിവസമായിട്ടും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മരങ്ങൾ മുറിച്ചുമാറ്റുന്ന ജോലികളാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഒരു പ്രദേശവാസിയുടെ പ്രതികരണം കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് പോലെ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ അങ്ങാടിയിൽ പോകാനോ മറ്റാവശ്യങ്ങൾക്കോ പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ കഴിയുകയാണ്. ഈ ഒരു റോഡ് ഗതാഗത യോഗ്യമാക്കാത്തത് കാരണം കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥ ആ ഒരു ഭാഗത്തെ ആളുകൾക്കുണ്ട്. മാത്രമല്ല ഇത് ഒരു വിനോദസഞ്ചാര മേഖല, കക്കയത്തേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളും മാത്രമല്ല ആ ഭാഗത്തേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകളും പ്രതിസന്ധിയിലായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കണം, കല്ല് നീക്കണം എന്നതൊക്കെയാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. വലിയ രീതിയിലുള്ള ചെറിയൊരു പ്രതിഷേധമൊക്കെ അവിടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് 4 ദിവസമായിട്ടും ഈ ഒരു റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിലുള്ള ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. സ്കാൻ. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടർന്ന സാഹചര്യത്തിലാണ് കുട്ടനാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതുകൊണ്ടാണ് നാളെ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും ജില്ലാ കളക്ടർ അവധി കൊടുത്തിരിക്കുന്നത്. ഇനി ഇടവേള കഴിയുമ്പോൾ അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ഈ വാർത്തയിലേക്ക് ഇടവേള കഴിഞ്ഞു. രാവിലെയൊക്കെ കുറേ കുട്ടികൾ എന്നോട് ഈ +1 പരീക്ഷാഫലം എന്ന് പ്രസിദ്ധപ്പെടുത്തും എന്ന് ചോദിച്ചിരുന്നു. ഞാനത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ജൂൺ 3-ാം തീയതിയാണ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. +1 പരീക്ഷാഫലം ജൂൺ 3-ന്. മറക്കണ്ട, ജൂൺ 3-ലാണ് ഈ +1 എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കുക, ടെൻഷനൊന്നും ആവണ്ട, ഫലം അതിൻ്റെ വഴിക്ക് വരും. ഇനി മറ്റു വാർത്തയിലേക്ക്. അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. സാമൂഹിക, പാരിസ്ഥിതിക, സാമ്പത്തിക ആഘാതം പരിഗണിച്ചാണ് സർക്കാരിൻ്റെ തീരുമാനം. പ്രത്യേക സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 1000 രൂപയും 6 കിലോ അരിയും സൗജന്യമായി നൽകുമെന്നും നഷ്ടപരിഹാരം ഈടാക്കി നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിലവിൽ 54 കണ്ടെയ്നറുകളാണ് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്നും നർഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. തീരത്തടിഞ്ഞ വസ്തുക്കൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്യുകയാണ്. അപകടം സംസ്ഥാനത്തെ കാര്യമായി ബാധിച്ചതിനാലാണ് സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത്. മത്സ്യത്തൊഴിലാളികളെ കാര്യമായി ബാധിച്ചതിനാൽ ഒരു കുടുംബത്തിന് 1000 രൂപയും 6 കിലോ അരിയും താൽക്കാലിക ആശ്വാസമായി നൽകും. മത്സ്യം ഉപയോഗിക്കാതിരിക്കാനുള്ള സാഹചര്യം നിലവിലില്ലെന്നും മുഖ്യമന്ത്രി. പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ആരും കുടുങ്ങിപ്പോകരുത്. കൃത്യമായ മാർഗനിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകും. മുങ്ങിയ കപ്പലിന്റെയും ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാൻ സോണാർ സർവേ നടത്തും. കാൽഷ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകൾക്ക് ഭാരം കൂടുതലുള്ളതിനാൽ അടിത്തട്ടിലേക്ക് പോയി അപകട സാധ്യത ഇല്ലാതായി. നഷ്ടപരിഹാര ക്ലെയിമുകളിൽ സർക്കാരിനെ സഹായിക്കാൻ ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫിനെ നിയോഗിച്ചുവെന്നും മുഖ്യമന്ത്രി. നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. കേരള സർക്കാരിനെ സഹായിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫിനെയാണ്. മറ്റ് സംസ്ഥാന സർക്കാരുകളെ സഹായിച്ച പരിചയം ഇദ്ദേഹത്തിനുണ്ട്. നിലവിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ 20 എണ്ണം കസ്റ്റംസിന് കൈമാറി. ബാക്കിയുള്ളവ കൊല്ലത്തെത്തിച്ച് കൈമാറും. കപ്പലിന്റെ അവശിഷ്ടങ്ങളും അതിനടുത്തുള്ള കണ്ടെയ്നറുകളും നീക്കം ചെയ്യാൻ കാലവർഷത്തിന് ശേഷമേ കഴിയുകയുള്ളൂ. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും ഇന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞിരുന്നു. 24 തിരുവനന്തപുരം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പായ്വഞ്ചിയിൽ അതിസാഹസികമായി ലോകം ചുറ്റിയ വനിതാ നാവികർ മടങ്ങിവന്നു. ലഫ്റ്റനന്റ് കമാൻഡർമാരായ മലയാളി കെ ദിൽനയും തമിഴ്നാട് സ്വദേശിയെ രൂപയുമാണ് അഭിമാന ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും സ്വീകരിച്ചു.
And here they are reporting completion of the mission to the Honorable Raksha Mantri. ആദ്യമായി മനുഷ്യൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ അതേ ദിനത്തിൽ പുതിയ ചരിത്രം രചിച്ച് അവർ രണ്ടുപേരും തീരമണഞ്ഞു. യന്ത്രസഹായമില്ലാതെ ഒരു പായ്ക്കപ്പലിൽ 8 മാസം കൊണ്ട് 40,000 കിലോമീറ്റർ താണ്ടിയാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും മടങ്ങിയെത്തിയത്. തിരിച്ചെത്തുന്നത് കൂടുതൽ കരുത്തോടെ എന്ന് പറയുന്നു ഇരുവരും. I feel I have lived all my 7 lives in these 8 months. My family present here today, you have been my spine throughout my life, supporting me in all my unconventional choices. I dedicate this journey to you all, but this is not going to be my last. I'm sorry. നാരീശക്തി എന്തെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാനായി ഒപ്പം ഇന്ത്യൻ നേവിയുടെ കരുത്തും അച്ഛന് കൊടുത്ത വാക്കുപാലിച്ചെന്ന ദിൽന. We proudly represented India in the journey of this lifetime, and this was a promise I made to my father. He is no more here with me, but his presence was felt throughout the journey for me. കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിലാണ് INSV തരിണി എന്ന ബോട്ടിൽ ഗോവയിൽ നിന്ന് ഇരുവരും യാത്ര പുറപ്പെട്ടത്. 4 പാദങ്ങളിലായി 4 ഭൂഖണ്ഡങ്ങളാണ് നാവികാസാഗർ പരിക്രമ എന്ന ദൗത്യത്തിൽ പിന്നിട്ടത്. വനിതാ സേനാംഗങ്ങൾ പങ്കെടുത്ത രണ്ടാമത്തെ മാത്രം ദൗത്യമാണ്. 2017 ആദ്യ ദൗത്യത്തിൽ 6 പേരുണ്ടായിരുന്നു. 2 പേർ മാത്രം ഇതാദ്യം. കോഴിക്കോട് സ്വദേശിനിയാണ് ദിൽന. റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ കോനത്ത് ദേവദാസിന്റെയും റീജയുടെയും മകളാണ്. നാവികസേനയിലെ കമാൻഡറായ ധനേഷ് കുമാറാണ് ഭർത്താവ്. കേരളത്തിന് വേണ്ടി ഷൂട്ടിംഗ് മത്സരങ്ങളിലും അണ്ടർ 19 ക്രിക്കറ്റിലും കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ദിൽന. മലയാളിയായ അഭിലാഷ് ടോമിയുടെ ശിക്ഷണവും ഇരുവർക്കും ഉണ്ടായിരുന്നു. 24 മുംബൈ. എന്തായാലും അവരെ നമ്മൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് സല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.